ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ കയ്യിലിരിക്കുന്നു Insta360 ലൂണ അൾട്രാ കോ എഞ്ചിനീയർഡ് ബൈ ലൈക്ക. ഈ സാധനം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഓസ്മോ മറ്റേ സാധനം DJI ഓസ്മോ ആക്ഷൻ 3 ഞാൻ സിംഗപ്പൂരിൽ പോയി മേടിച്ചതൊക്കെ എനിക്കിന്നും ഓർമ്മയുണ്ട്. ഐ വാസ് സോ ഡാം ഇംപ്രസ്ഡ് വിത്ത് ദാറ്റ് ഐറ്റം. അതിലൊരു പുതുമയുണ്ടായിരുന്നു, അതിനൊരു രസമുണ്ടായിരുന്നു, 1-inch ടൈപ്പ് സെൻസർ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ഐറ്റം. ഐ തിങ്ക് ലോട്ട് ഓഫ് പീപ്പിൾ ബോട്ട് ദാറ്റ് ഐറ്റം ആസ് വെൽ. ബ്ലോഗ് ചെയ്യുന്നവരൊക്കെ നമ്മുടെ ചാനലിലാണ് ആദ്യമായിട്ട് അത് മലയാളത്തിൽ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, അങ്ങനെയാണ്. ബട്ട് ഐ എം ജസ്റ്റ് സെയിങ്. അപ്പോൾ ഞാൻ ഈ ഓസ്മോ പോക്കറ്റ് ആക്ഷൻ 4 4P ഒക്കെ കണ്ടായിരുന്നു. 4P ഭയങ്കര ജുമുട്ടം വലിയ സൈസും, അതിൽ മറ്റേ ഒപ്റ്റിക്കൽ 3x അങ്ങനെ മാത്രമേ അതിലൊരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടുള്ളൂ. ഇറ്റ് ഡിൻ ഇംപ്രസ് മീ. ആ സാധനം ആയിക്കോട്ടെ, ആക്ഷൻ 4 ആയിക്കോട്ടെ, ഇറ്റ് വാസ് ലൈക്ക് ആക്ഷൻ 4ൽ വളരെ ചുരുക്കം കുറച്ച് HDR-ൻ്റെ സ്റ്റോപ്സ് കൂടി, കുറച്ചും കൂടെ ബെറ്റർ മെഗാ പിക്സൽ കൂട്ടി എന്നൊക്കെ ഉള്ള പരിപാടി മാത്രമേ ഉള്ളായിരുന്നു. ബട്ട് ദിസ് തിങ് വാസ് സംതിങ് ഡിഫറെൻറ്റ്. ഇതിൽ 2 സെൻസേഴ്സ് വരുന്നുണ്ട്. ഒരു 1-inch ടൈപ്പ് സെൻസർ വരുന്നത്, പിന്നെ ഒരു 1:1.3 ഇഞ്ചിൻ്റെ 3x ഒപ്റ്റിക്കൽ which will give us 12x lossless zoom. ഓക്കെ, F2 ആണ് അപ്പർച്ചർ സൈസ് മറ്റേത് വരുന്നത് ആ ടെലിഫോട്ടോയിൽ. എന്താണെങ്കിലും ലൈക്കയുടെ സുമിക്രോൺ ലെൻസ് വിത്ത് വേരിയബിൾ ഫോക്കൽ ലെങ്ത് ആണ് കൊടുത്തേക്കുന്നത്. ലൈക്കയുടെ എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ. 1-inch ടൈപ്പ് സെൻസറിൽ 8K വീഡിയോ റെക്കോർഡിംഗ് വിത്ത് ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. AAA ചിപ്പ് ഫോർ ലീഡിങ് ലോ ലൈറ്റ് പെർഫോമൻസ്, അതായത് ഇതിൽ മറ്റേ ലോ ലൈറ്റ് പരിപാടി വരുന്നുണ്ട്. ദാറ്റ് ഇസ് ആക്ച്വലി ഇത് ട്രൂ ടു ലൈഫ് പോർട്രേറ്റ്. പിന്നെ നമുക്ക് ഡിറ്റാച്ചബിൾ OLED ടച്ച് സ്ക്രീൻ റിമോട്ട് കൺട്രോൾ. അതായത് ഇതിലെ സ്ക്രീനിനെ നമുക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് ദൂരെ പോയി ഇരുന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സൂമൊക്കെ ചെയ്തിട്ട്, ഇതിൽ തന്നെ മൈക്കുണ്ട്. ഈ ഡിറ്റാച്ചബിൾ സ്ക്രീനിൽ മോളിലൊരു മൈക്കും ഉണ്ട്. പോളി സാധനോടെ അത്. റെഡി ടു ഷെയർ 4K ലൈവ് ഫ്രെയിംസ്, AI പവർഡ് ഡീപ്പ് ട്രാക്കിംഗ്, റാപ്പിഡ് ഫോക്കസ്. അതായത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഫോക്കസിങ്ങും, അതേപോലെ തന്നെ ഡീപ്പ് ട്രാക്ക് 5.0 എന്തോണം അവർ ഇതിൽ കൊടുത്തേക്കുന്നത്. നമ്മളെ മറ്റേ അനങ്ങുമ്പോൾ നോക്കണ സാധനം ഉണ്ടല്ലോ. പിന്നെ 10 ബിറ്റിൻ്റെ iLog ഫോർ ഫ്ലെക്സിബിൾ കളർ ഗ്രേഡിങ്. അതായത് നിങ്ങൾക്ക് ലോഗ് ഫോർമാറ്റ് വരുന്നുണ്ട്, അതിട്ടിട്ട് നിങ്ങൾക്ക്. പിന്നെ അതിൽ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ലൈക്കേരെ തന്നെ കുറച്ച് പിക്ചർ പ്രൊഫൈൽസ് വരുന്നുണ്ട്, ലൈക്ക് സിനിമാറ്റിക്, ക്രോമ, വൈബ്രൻറ്റ് പോലെ തുടങ്ങിയ സാധനങ്ങൾ. പിന്നെ ഒരു ഫുൾ ചാർജിൽ ഇവർ അവകാശപ്പെടുന്നത് 4 hours ഓഫ് ബാറ്ററി ലൈഫ് എന്നാണ്. ഈ 4 hours ഓഫ് ബാറ്ററി ലൈഫ് വിൽ അഫക്റ്റ്. ഇപ്പോൾ നിങ്ങൾ 4Kയിലാണ് വീഡിയോ എടുക്കുന്നത്, 4K 120 ആണെങ്കിൽ ബാറ്ററി കൺസപ്ഷൻ കൂടുതലായിരിക്കും. 4K ഒന്നെങ്കിൽ 1080p വെച്ച് എടുക്കുമ്പോഴായിരിക്കണം ഇവർ ഈ പറയുന്ന 4 hours ബാറ്ററി നിൽക്കുന്നത്. നിങ്ങൾ 4Kയിലൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ബാറ്ററി ലൈഫിൻ്റെ ഇത് കുറയും. നിങ്ങൾ 8Kയിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുറയും. സോ മേക്ക് ഷുവർ ഓഫ് ദാറ്റ്. നിങ്ങൾ ഈ 4 hours എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒറ്റ ചാർജിന് 4 hour കിട്ടും. പക്ഷേ നിങ്ങൾ 4K വീഡിയോ എടുക്കുമ്പോൾ ഇതെന്ത് 2 മണിക്കൂർ കൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിൻ ആവുന്നത്, വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു ചോദ്യം വരരുത്. തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാനത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്, ദുബായിൽ നിന്ന്. അല്ലാതെ ഇതെനിക്ക് മറ്റവന്മാർ തന്നെയൊന്നും അല്ല കേട്ടോ. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനമാണ്. കണ്ടല്ലോ. എന്താണെങ്കിലും സമയം കളയാൻ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിനെ കാണിച്ചു തരാം. ഇതിന് ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ, ഈ ഒരു സാധനം. ഇത് ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ച് ഇവന്മാർ മറ്റേ DJI ആക്ഷൻ 4P എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കിയതുകൊണ്ട് വെറുതെ ചുമ്മാ 2 ഇത് വെച്ചിട്ട് ഇറക്കിയതാണ്. പക്ഷേ ഈ ഡിറ്റാച്ചബിൾ സ്ക്രീൻ കണ്ടപ്പോൾ ഞാനൊന്ന് കൊള്ളാം എന്ന് ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ചു. സോ എന്താണെങ്കിലും നമുക്ക് ഇങ്ങനെ അങ്ങ് അൺബോക്സ് ചെയ്യുക. ഇതാണ് സാധനം, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് ന്യൂ ചാപ്റ്റർ വിത്ത് ലൈക്ക എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ലൈക്കയിൽ ഒരു ന്യൂസ് കേട്ടായിരുന്നു കേട്ടോ. ലൈക്ക ഏതോ ചൈന കമ്പനി മേടിക്കാൻ പോകണമെന്ന്. ജർമ്മൻ കമ്പനിയായിരുന്നു. ചൈന ബ്രാൻഡ് ലൈക്ക മേടിച്ച എനിക്ക് അറിഞ്ഞുവിട്ടെ, ഏതെന്തോ പോലെ ഒരു ഫീൽ അടിച്ച് എനിക്ക്. ഞാൻ അങ്ങനെ കേട്ടായിരുന്നു. എന്തിനാണെങ്കിലും തുറക്കുമ്പം നമുക്കാകെ ഇവിടെ കിട്ടാൻ പോണത് കണ്ട് ഇങ്ങനെ ഒരു സാധനം മാത്രമാണ്. ഇതൊരു എക്സ്റ്റെൻഡറാണ്, അല്ല ഇതിൻ്റെ അകത്ത് ബാറ്ററി പരിപാടിയൊന്നുമില്ല. ഇതിൻ്റെ ഒരു ക്രിയേറ്റർ കോംബോ ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ഇതിൻ്റെ ഒരു മൈക്കും പിന്നെ ഒരു ബാറ്ററി എക്സ്റ്റെൻഡറും. അത് അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. ബാറ്ററി എക്സ്റ്റെൻഡർ അല്ലാതെ തന്നെ മേടിക്കാൻ പറ്റിയാൽ മേടിച്ചോ. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ND ഫിൽറ്റർ ഇടാം,
അൾട്രാ വൈഡ് ആക്കാനായിട്ടുള്ളൊരു സുനാഗ്ലി ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ആകെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ വയറും പിന്നെ വള്ളിയും കാണും, അല്ല വേറെ ഒന്നും കാണില്ല. ഇതിൻ്റെ അകത്ത് മൊത്തം ബുക്കും പേപ്പറാണല്ലോ. അതന്നെ ഇത് വള്ളിയും ടൈപ്പ് സി ടു ടൈപ്പ് സിയുടെ വയറും. വള്ളി അത്യാവശ്യം നൈസാണ് കേട്ടോ, കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് പെട്ടെന്ന് പോകാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ് ഇത്. എൻ്റെ അകത്ത് 2 പ്രാവശ്യം ആ വള്ളി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇത് ദുബൈയിൽ മേടിക്കാൻ 2835 ദർഹംസ് അങ്ങനെ എന്തൊരുമാണ്, 2800 സംതിങ് ദർഹംസ് ആണ്. താഴെ മൂട്ടിൽ വെക്കാനുള്ള സാധനം. തുറക്കാനാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ ലോക്ക് സിസ്റ്റം ഉണ്ട്. ഇതിങ്ങനെ നെക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്ലക്ക് ആൻഡ് ഓപ്പൺ ആവും. ഇത് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വൈഡ് ആംഗിൾ ലെൻസും ഒരു ബ്ലാക്ക് മിസ്റ്റ് ഫിൽറ്ററും ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ മേടിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ മറ്റേ ക്രിയേറ്റർ കോംബോ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വൈഡ് ആംഗിൾ ലെൻസും ഈ പറയുന്ന മൈക്കും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ കിട്ടും, ബാറ്ററി പാക്കും ഒക്കെ. സോ ആ കോംബോ മേടിക്കാൻ നോക്കുക. പക്ഷേ വില കൂടും, എനിക്ക് തോന്നുന്നു ഒരു 10,000-1500 ദർഹം കൂടുമായിരിക്കും. സോ ഇതാണ് ഈ ഒരു കേസ്, അത്യാവശ്യം നൈസായിട്ടുണ്ട്, ലുക്സ് വെരി നൈസ്. ഇതാണ് നമ്മുടെ സാധനം. അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. ഇതാണ് സാധനം. സാറ്റിസ്ഫാക്ഷൻ സൗണ്ട്. ഇതാണ് നമ്മുടെ Insta360 ഐറ്റം. അപ്പോൾ ഇതിങ്ങനെ ഈ 2 സൈഡിലും 2 റെഡ് ബട്ടൺ ഉണ്ട്. ഇത് നെക്കിയാൽ ഇതിനിങ്ങനെ അങ്ങ് ഇളക്കാം. ദാറ്റ് ഈസ് സോ നൈസ് മാൻ. ബാറ്ററി എക്സ്റ്റൻഡർ അല്ല, സാധാ. ഇതിനെ ഡിറ്റാച്ച് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഈ ബട്ടൺ നെക്കുക, ഓപ്പൺ ചെയ്യുക. നമുക്കിതിൻ്റെ ട്രൈപോഡായിട്ടും വെക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു ദുർബലനായ കുറച്ച് കമ്പികളുണ്ട്. ഈ കമ്പി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെക്കാം. പിന്നെ നിങ്ങൾക്ക് ട്രൈപോഡ് ഇത് ചെയ്യണമെങ്കിൽ അത് വെക്കാനുള്ള സ്ക്രൂവും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് സാധനം, Insta360 ലൂണ അൾട്ര എഞ്ചിനീയർഡ്. അളിയ തെങ്ങോട്ട് നോക്കണ. തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ, പിണങ്ങിയിരിക്കുകയാണ്. നല്ലൊരു OLED ഡിസ്പ്ലേ ആണ് തന്നേക്കുന്ന. നെക്സ്റ്റ് പ്ലീസ് ഡൗൺലോഡ് ദ ആപ്പ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇതിലൊരു QR കോഡുണ്ട്, അതിലോട്ട് സ്കാൻ ചെയ്യുക. 2 വോളിയുടെ ലുക്കുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ലൈക്കാന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റി, നല്ല സൂപ്പർ ബിൽഡ് ക്വാളിറ്റി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഈ വക ഐറ്റംസ് വാട്ടർ റെസിസ്റ്റൻ്റ്. ഇത് എടുത്ത് കുളത്തിൽ ചാടല് സാധനം അടിച്ചു പോകും. മഴ തന്നെ അത്യാവശ്യമൊക്കെ കുഴപ്പമില്ലാതെ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. മഴ വൻമഴയല്ല, എന്തെങ്കിലും മറ്റേ ഡ്രിസിലിംഗ് ഉണ്ടല്ലോ, ആ ടൈപ്പ് മഴയൊക്കെ അത്യാവശ്യം ഇത് നിൽക്കും. അല്ലാത്ത പക്ഷം ഇത് വാട്ടർ റെസിസ്റ്റൻറ്റോ വാട്ടറിനെ റിപ്പൽ ചെയ്യാനോ ഒന്നും ഈ സണ്ണിന് സാധിക്കില്ല. അതൊന്ന് മനസ്സിൽ വെച്ചേക്കണേ. ഇനി നിങ്ങൾ ഇതിൽ വെച്ചെടുക്കുന്ന വീഡിയോസ് ആയിരിക്കും കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഒരു ഓവറോൾ എനിക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് നമുക്ക് കാണാം. ഹലോ ഗൈസ്, ഇതാണ് ഈ ഒരു സാധനത്തിൻ്റെ ഏറ്റവും കൂളസ്റ്റ് ഫങ്ഷൻ. അപ്പോൾ നമ്മളെ കയ്യിൽ തന്നെ ഈ ഡിസ്പ്ലേ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കിനി ഇത് സൂം ഇൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സൂം ഇൻ ചെയ്ത് എനിക്ക് ഷോട്ട് വയ്ക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി കൂൾ. നമുക്ക് ഏകദേശം ലോസിൽ സൂമായിട്ട് ഇങ്ങനെ സൂം ഇൻ ചെയ്യാം. എന്തിനടാ എൻ്റെ തലയാ കാണുന്ന. ഇതാണ് 12x. ഇതിൻ്റെ ഒരു പ്രോപ്പർ ഈ 2x 3x വരെയാണിത് കറക്റ്റ്. ഇത് ഡിജിറ്റൽ, ഇതാണ് ഈ 3x ആണ് പക്ക. ഇതിൻ്റെ താഴെ പോയാൽ ഇത് ഡിജിറ്റൽ ക്രോപ്പാണ് ഈ കാണുന്ന 2.7x. 3x പോയാൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ 6x 6x വരെ കൊള്ളാം കേട്ടോ. 12x 1x തിരിച്ച് 1xലോട്ട് 2x 3x. എന്നിട്ട് നമുക്കിത് മൈക്കായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ മൈക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഒരു ചെറിയൊരു മൈക്കിൻ്റെ പരിപാടി വരുന്നുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് ഇരുന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ആയിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു ഗൈസ്, അവിടെ ആയിരുന്നു ഗൈസ് എന്നൊക്കെ പറയാം. ഈ കാണുന്നതാണ് ലൈക്കയുടെ സിനിമാറ്റിക് കളർ പ്രൊഫൈലാണ്. അപ്പം നിങ്ങൾക്ക് ലോഗ് ഇട്ടിട്ട് നിങ്ങൾക്ക് കളർ ഗ്രേഡ് ഒക്കെ ചെയ്യേണ്ടാത്തവർക്ക് ലൈക്കയുടെ കുറച്ച് നല്ല ഫിൽറ്റേഴ്സ് അവർ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വ്ളോഗിന് ഇങ്ങനത്തെ ഒരു ഫീല് നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാറിൻ്റെയൊക്കെ ഷോട്ടോ അല്ലെങ്കിൽ ഒത്തിരി ബ്യൂട്ടിഫിക്കേഷൻ ഷോട്ടൊക്കെ ഇതിൽ ഗിംബലൊക്കെ ഉള്ളുണ്ടോ അതിൽ അങ്ങനെ എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് മാൻ.
ദിസ് ഈസ് വെരി കൂൾ. ഐ ഡോണ്ട് നോ ഇതിൻ്റെയൊക്കെ സൗണ്ട് ക്ലാരിറ്റിയും ഈ മൈക്കിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എന്തിനാണെന്നും എനിക്കറിയത്തില്ല. ബട്ട് ഐ റിയലി ലൈക്ക് ദിസ് ഫങ്ഷൻ. ദിസ് ഗിവ്സ് ലോട്ട് ഓഫ് ഫ്രീഡം വെൻ യു ആർ ടേക്കിംഗ് വ്ളോഗ്. ആൻഡ് ഒരു ആകെ ഉള്ളൊരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഈ സാധനം ഇതിലോട്ട് വെക്കുമ്പോൾ ചാർജ് ആവും. ഇതിനൊരു ചാർജിങ് പരിപാടിയുണ്ട്. ഇത് നമ്മൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ചാർജ് ഇല്ലാതെ ഇരിക്കുമെന്നല്ല, ഇതിനൊരു ചാർജിങ് പരിപാടിയുണ്ട്, അതിനൊരു ചാർജിങ് ഉണ്ട്. ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഒരു ജമിട്ടായിരുന്നെങ്കിൽ, ഞാൻ പറയില്ലേ, നിങ്ങൾ മസ്റ്റായിട്ടും ഈ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ ആ ബാറ്ററി പാക്ക് മേടിക്കാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ എണീറ്റ് നിന്ന് ഇതേപോലെ സംസാരിക്കാം, എനിക്ക് നടക്കാം. സോ ദിസ് ഈസ് കൈൻഡ് ഓഫ് ഫൺ. എനിക്കിതിൻ്റെ ഒരു ടോണും ഇഷ്ടപ്പെട്ട്, ഭയങ്കര രസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിലോട്ട് നോക്കും കേട്ടോ. അതൊന്ന് ഒഴിവാക്കി അത് കുറച്ച് യൂസ് ടു ആവണം. എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം നമുക്ക് എവിടം വരെ പോവാം? ഇവിടം വരെ പോവാം. അല്ല, എവിടം വരെ പോകൂടെ ഇത്? മാക്സിമം ഇതെവിടെ മാക്സിമം? അണ്ണനൊരു മാക്സിമം ഇല്ലേ അണ്ണാ? ഇതെന്തത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലേ? പക്ഷേ ഒരു മാക്സിമം വരണം. എവിടെയെങ്കിലൊക്കെ വന്ന് നിൽക്കും അത്. എന്നാൽ പോലും ഒരു ഓൾമോസ്റ്റ് 360 അടിക്കുന്നുണ്ട്. ദിസ് ഈസ് സോ കൂൾ. ഐ ലവ് ദിസ് ഐറ്റം. ദിസ് ഈസ് സോ നൈസ്. എന്താണെങ്കിലും നമ്മുടെ അൽ ഷസാമിൽ ഇനി വ്ളോഗൊക്കെ എടുക്കാൻ പോകുന്നത് ഈ സാധനത്തിലായിരിക്കും. 1 ഇഞ്ച് ടൈപ്പ് സെൻസർ ആയതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നൈസുണ്ട്. പിന്നെ ഈ 3x F2 വരുന്ന ഈ സാധനവും അത്യാവശ്യം നൈസ് തന്നെയാണ്. പക്ഷേ ഐ തിങ്ക് ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ തിങ്ക് ദിസ് ഇസ് എ റിയലി കൂൾ പ്രോഡക്റ്റ് മാൻ. ബാക്ക് ലൈറ്റ് വന്ന് കഴിഞ്ഞതായിരിക്കും അവസ്ഥ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ക്യാമറ ക്യാമറ ഉണ്ടെങ്കിൽ പോലും ദാറ്റ് വാസ് സോ നൈസ്. ഫോർഗ്രൗണ്ടിൽ അത് ബ്ലറായിരിക്കുന്നതാണ്ടാ. ഓൾ ഐ വോണ്ട് ടു സേ ഇസ് ദിസ് ഇസ് എ റിയലി കൂൾ പ്രോഡക്റ്റ്. ആൻഡ് കുറച്ചും കൂടെ എടുത്തിട്ട് ഞാൻ പറയാം. നമുക്ക് എന്ത് വേണമെങ്കിലും ട്രാക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാം. ഇതിപ്പോൾ ഓട്ടോ ട്രാക്കിങ്ങിലാണ്. നമുക്ക് ഈ ബോക്സിൽ എന്ത് വേണമെങ്കിലും വരുത്താം. ഇപ്പോൾ എന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരു വ്യക്തിയെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ആളെ തന്നെ ഇത് ട്രാക്ക് ചെയ്യും. മേക്ക് ഷുവർ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഹൈ ബിറ്റ് റേറ്റിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. ഹയർ ദ ബിറ്റ് റേറ്റ്, ഹയർ ദ ക്വാളിറ്റി. സോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് നോർമൽ ക്യാമറ, അതായത് ഞാൻ മറ്റേ ഡിറ്റാച്ച് ഒന്നും ചെയ്യാതെ ഇപ്പം നമ്മൾ നോർമലായിട്ട് നമ്മൾ വ്ളോഗ് ചെയ്യണമെങ്കിൽ, ഈ സാധനം വെച്ച് വ്ളോഗ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റിയാണ്. ഇതിൽ ഞാൻ മറ്റേ കളർ ഫിൽറ്ററോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇട്ടിട്ടില്ല. ബട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ തലയിൽ 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വ്ളോഗൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിതൊരു വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഐ തിങ്ക് ഒരു മൾട്ടിപ്പിൾ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ നാളെ നമ്മുടെ പയ്യന്മാർ കാണുന്നുണ്ട്, അവന്മാരുമായിട്ട് പോകുമ്പോൾ കാണാം. നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് നോക്കണം. ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം എന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് അത്യാവശ്യം എൻ്റെ ഒരു ഇത്രയും ഭാഗം കാണുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ എൻ്റെ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടാ എൻ്റെ തല ഇത്രയും ഭാഗത്തിന് അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 47 GB സ്റ്റോറേജാണ് ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണലി നമുക്ക് തരുന്നത്. നമ്മൾ അഡീഷണൽ മെമ്മറി കാർഡ് ഇടണം. ഈ 47 GB വെച്ചിട്ട് 4K 30 FPS, ഇപ്പം ഞാൻ 4K 30 FPS ഇട്ടേക്കുന്നത്. അങ്ങനെ നിങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂർ ഫുട്ടേജ് നിങ്ങൾക്ക് ഇൻബിൽട്ട് ഇതിൻ്റെ അകത്തുള്ള സാധനത്തിൽ എടുക്കാം. 1 മണിക്കൂറിൻ്റെ ഫുട്ടേജ്. പക്ഷെ എനിക്ക് ആ ലൈക്കയുടെ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തോ ഐ ലൈക്ക് ഇറ്റ്. അത്യാവശ്യം എക്സ്പോഷർ കൺട്രോളും പ്രിറ്റി നൈസാണ് കേട്ടോ. വൈറ്റ് ബാലൻസ് ആയിക്കോട്ടെ, എക്സ്പോഷർ കൺട്രോൾ ആയിക്കോട്ടെ, അത്യാവശ്യം ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. ഇത് കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ഇത് ഈസി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കൈ പിടിച്ചുകൊണ്ട് നടന്നപ്പോൾ തന്നെ എൻ്റെ കൈ വേനിച്ച്. എന്തിനാണെങ്കിലും നമ്മളിപ്പം ഇത് വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടും. ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ നോക്കട്ടെ, ഫ്രെയിം ചെയ്തേ. ഓക്കെ, ഇങ്ങനെ ഫ്രെയിം ചെയ്താലും മതി.
ഞാൻ പറയില്ല എപ്പോഴും നമ്മളെ മറ്റേ ഓട്ടോ ട്രാക്ക് ചെയ്യണമെന്നില്ല. അപ്പം നമ്മളിപ്പം നമ്മളുടെ കൂടെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ലൈറ്റും കൂടെ നോക്കണം. ഇതിലൊരു പ്യുവർ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ Insta360 പാറ്റൻ്റ് ഉള്ള ലൈറ്റുമാണ്. ആ പ്യുവർ വ്യൂ വെച്ചിട്ട്, പ്യുവർ വ്യൂ ആണ്, പ്യുവർ സൈറ്റാണ്, പ്യുവർ വ്യൂ ആണെന്ന് തോന്നുന്നു. പ്യുവർ വ്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് രാത്രി എടുക്കാം. പക്ഷേ അത് വെച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റേ ഈ ലോഗ് ഫോർമാറ്റിലൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല. അതൊന്നും മനസ്സിൽ വെച്ചേക്കുക. ലോഗ് ഇടണമെങ്കിൽ പ്യുവർ വ്യൂ പറ്റൂല, പ്യുവർ വ്യൂ ഇട്ട് കഴിഞ്ഞാൽ ലോഗ് പറ്റൂല. ഓക്കെ, അപ്പോൾ അത്ര തന്നെ. ബാക്കിയുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്ത് സംസാരിക്കാം. ഗൈസ്, സൂം ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ഇതാണ് 1x, 2x, 3x ഒപ്റ്റിക്കൽ, 6x, 12x. ഇതെൻ്റെ മെട്രോ പോണ ഷോട്ട് കണ്ട. ഇതാണ് ഈ സാധനം. കൊള്ളാം കേട്ടോ. ഹലോ ഗൈസ്, ഇതാണ് ഒരു ലോ ലൈറ്റ് സിനാരിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഒരു ലോ ലൈറ്റ് പെർഫോമൻസ്. ഇത് നമ്മുടെ പ്യുവർ വ്യൂ ആണോ പ്യുവർ സൈറ്റ് ആയിരുന്നോ? പ്യുവർ വ്യൂ ആണ്. മറ്റേ നൈറ്റ് മോഡ് ഉണ്ട് Insta360 ആ മോഡിലാണ് ഈ പോകുന്നത്. അത്യാവശ്യം ലൈറ്റൊക്കെ ഒന്ന് ഡിമ്മായിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വെളിയിലും ഇരുട്ടാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് ഇരുട്ടത്ത് നടക്കാം. അപ്പോൾ ഇരുട്ടത്താണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിമ്മായിട്ടുള്ളൊരു ലൈറ്റും എൻവയൺമെൻറ്റും ആണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു മോഡിൽ, നൈറ്റ് മോഡിൽ ഈ വെളിച്ചം കിട്ടും. എൻ്റെ മോനെ, ഈ ഒരു വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ പരിപാടി നിൽക്കുന്നത്. എൻ്റെ CPU കളർ ലൈറ്റ്സും എൻ്റെ ഇതാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ലൈറ്റെങ്കിൽ ഓ മൈ ഗാഡ്, ഒട്ടും ലൈറ്റില്ലാത്തൊരു ഏരിയയിൽ ഇങ്ങനൊരു ക്വാളിറ്റിയാണ് നമുക്ക് Insta360 ലൂണ അൾട്രയിൽ കിട്ടുന്നത്. ഇത് ലൈറ്റ് ഇല്ലാത്ത, നമുക്ക് ലൈറ്റ് മറ്റേത് ഇടാം, പ്യുവർ വീഡിയോ ഇടാം, എന്നിട്ട് ഇവിടെ നിൽക്കാം. ഈ കാണുന്നത് പ്യുവർ വീഡിയോയിൽ നമ്മൾ ഇരുട്ട് വാക്കി നിൽക്കുകയാണ്. വലിയ മാറ്റം വല്ലതും ഉണ്ടോ എന്ന് എനിക്കും അറിഞ്ഞുകൂടാ. ഈ ചെറിയ സ്ക്രീനിൽ എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് അത്യാവശ്യം നല്ല ഒരു ലൈറ്റ് പരിപാടി ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി വെരി നല്ല ഇരുട്ടായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് Insta360 ലൂണ അൾട്രയുടെ നൈറ്റ് പെർഫോമൻസ്. നൈറ്റ് ആയില്ല, ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആയി. ഇപ്പോൾ ദാണ്ട് എൻ്റെ അവിടെ നിന്നുള്ള ലൈറ്റിലാണ് ഇപ്പോൾ ഇത് പോകുന്നത്. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി വിസിബിൾ. നൈറ്റിൻ്റെ ഈ ഒരു പരിപാടി കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ പ്യുവർ നൈറ്റ് അല്ലേ, എന്തോ മോഡടേ, ആ മോഡിൽ ഇതേപോലെ വീഡിയോ എടുക്കുക, വ്ളോഗൊക്കെ ചെയ്യുകയാണെങ്കിൽ. അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ഉണ്ട്, കൊള്ളാം. നല്ല സെൻസർ ഇവർ യൂസ് ചെയ്തേക്കണം. നമ്മൾ സൂമിൻ ചെയ്ത് എങ്ങനെയാണ് അവസ്ഥ? ശരിക്കും വേണോ ഈ ഒരു എഫക്റ്റ് ഇങ്ങോട്ട് കിട്ടും. ഇത് നൈറ്റിലാണ് കേട്ടോ. നിന്നിപ്പോൾ നമുക്ക് ആ ചേട്ടനെ വേണമെങ്കിൽ ട്രാക്ക് ചെയ്യാം. കണ്ടോ, ചേട്ടൻ ട്രാക്ക് ചെയ്ത് പോകണുണ്ട്. സൂമിൻ 6x, 12x. അതേപോലെ ഇതിൻ്റെ അകത്ത് മാക്രോ പോവാം എന്ന് ഞാനിങ്ങനെ കേട്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം ഇത്രയും ക്ലോസ് പോവാം കേട്ടോ. ഓ എടേ, അത് പൊളി എടേ, ഇത് കൊള്ളാം, സൂപ്പർ മാക്രോടാ, എൻ്റെ മോനെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നൈറ്റിൽ Insta360 ലൂണ അൾട്രയുടെ ക്ലാരിറ്റി. കൊള്ളാവോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ താഴെ പറയട്ടോ. അത്യാവശ്യം നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ, അതായത് നൈറ്റിൽ ഇതേപോലെ നല്ല ഫ്ലഡ് ലൈറ്റ്സും ഇതേപോലത്തെ അകത്തുനിന്ന് വരുന്ന ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്ന് വരുന്ന ലൈറ്റിങ്ങിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു ക്ലാരിറ്റിയാണ് കിട്ടാൻ പോകുന്നത്. ഇതേപോലെ വേറൊരാളും കൂടെ നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വ്ളോഗ് ചെയ്യാം കേട്ടോ. അതാണ് ആ ചോദ്യം, ഞാൻ ഇതിലേക്ക് നോക്കിയിട്ടില്ല. അപ്പം വേറൊരാളും കൂടെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ക്ലാരിറ്റിയാണ്, ബ്ലറൊന്നുമില്ല. സോ യാ, വെരി നൈസ്. ഇതാണ് ഇത് അത്യാവശ്യം ഒരു ഇരുണ്ട ഒരു അന്തരീക്ഷമാണ്. ഇപ്പം നമ്മളൊരു കുറച്ചൊരു വെളിച്ചത്തോട്ട് കയറും. എന്നാൽ പോലും നമ്മൾ താഴെ ലൈറ്റ്സ് അടിക്കുന്ന
സ്ട്രീറ്റ് ലൈറ്റ് ബൗൺസ് ചെയ്ത് നമ്മുടെ മുഖത്തോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു വെളിച്ചം വന്നല്ല. സോ ആക്ച്വലി നൈറ്റ് ടൈമിൽ ഇത് സാധനം കൊള്ളപ്പായി. ഓപ്പൺ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി പവർ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓൺ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി പരിപാടി. നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്ന പോലെ ഇതാണ് നമ്മളുടെ സൂം ഇൻ ചെയ്യുന്ന സാധനവും. ഇത് സ്മൂത്ത് അല്ലാത്തത്, സ്മൂത്ത് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യണം. അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് 1x 2x 3x 6x 12x ഇത്രയും ക്ലോസപ്പിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം. റെക്കോർഡ് ബട്ടൺ, ഇതിവിടെ ജോയ്സ്റ്റിക്ക് കൺട്രോൾ ചെയ്യണ ബട്ടൺ. ഇത്രയും സാധനങ്ങളാണ്, ഇത്രയും ബട്ടൺസാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ ഇത് ഇജക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ 2 റെഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ വഴി നിങ്ങൾക്ക് ഈ സാധനത്തിന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണത് ഡിറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് മെനു ഓപ്ഷൻസ് നോക്കാം. ഇവിടെ മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ലാൻഡ്സ്കേപ്പ് കൊടുക്കാം, പോർട്രേൽ കൊടുക്കാം. പോർട്രേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റീലിനൊക്കെ വേണ്ടിയിട്ടുള്ള പരിപാടിയാണത്. എന്നിട്ട് നമുക്ക് 16:9 റേഷ്യോ അല്ലെങ്കിൽ 20 ഇങ്ങനത്തെ ഒരു സിനിമാറ്റിക് റേഷ്യോ വരുന്നുണ്ട്. 1:1, അതായത് സ്ക്വയർ ഷേപ്പ് ഇങ്ങനത്തെ സാധനവും നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇതാണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. പിന്നെ നമുക്ക് 1080p 2.7K 4K 8K 8Kയിൽ നമുക്ക് 30 FPS വരെ ഉള്ളൂ. 4K ഏകദേശം 120 120 60 50 48 24 വരെ വരുന്നുണ്ട്. നമുക്ക് 1080p 240 വരെ സ്ലോ മോഷനുണ്ട്. ഓക്കെ, എല്ലാവരും ഒരു 30 FPS ഒക്കെ ആയിരിക്കും ബേസിക്കലി വയ്ക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടെ പ്രൊഫൈൽസ് വരുന്നുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും പ്രൊഫൈൽസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്ത പക്ഷം ഇവിടെ ബേസിക്കലി നമുക്ക് ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിടണയാണ് നല്ലത്. അല്ലാതെ മറ്റേ വിരൂപനും ഭംഗിയുള്ള കുട്ടിയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സാണ് ഇവിടെ വരുന്നത്. ലൈക്ക നാച്ചുറൽ, ലൈക്ക വിവിഡ്, ലൈക്ക ക്രോം, POS ഫില്ലം, നെഗ് ഫില്ലം, NC ഫില്ലം, ഫ്രഷ്, സിനിമാറ്റിക്, ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് പിക്ചർ പ്രൊഫൈലിൽ വരുന്നുണ്ട്. പിന്നെ ഈ എക്സ്പോഷർ വാല്യൂ 0യിലാണ് കിടക്കുന്നത്. പ്രോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പരിപാടി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇത് വേണമെങ്കിൽ വെക്കാം, HDR ഓപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോൾബി വിഷൻ്റെ HDR ഓപ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് iLog എന്ന് പറയുന്ന ഇതിൻ്റെ ലോഗ് ഫോർമാലും നിങ്ങൾക്ക് ഇതിൽ സാധനം ചെയ്യാം. അതാകുമ്പോൾ ഇത് 10 ബിറ്റിലാണ് കേട്ടോ മൊത്തം റെക്കോർഡിംഗ് പോകുന്നത്. ഐ തിങ്ക് ഡോൾബി വിഷൻ്റെത് കുറച്ചും കൂടെ രസമാണ്. പക്ഷേ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന TV-യിലൊക്കെ അത് കണ്ടിട്ടേ വലിയ കാര്യമുള്ളൂ. നമ്മുടെ യൂട്യൂബിലൊന്നും ഡോൾബി വിഷൻ ഇല്ല ഇതുവരെ. സോ HDR 10+ലൊക്കെ കിടക്കുന്നത് നല്ല. പിന്നെ ഓട്ടോ എക്സ്പോഷർ, ഓട്ടോ വൈറ്റ് ബാലൻസ് അത്യാവശ്യം നൈസ് തന്നെയാണ്. പിന്നെ നമുക്ക് ഫേസ് പ്രയോറിറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഓട്ടോ ഫോക്കസ് കണ്ടിന്യൂസും ഉണ്ട്, ഓട്ടോ ഫോക്കസ് സബ്ജക്റ്റും ഉണ്ട് കേട്ടോ. ഇത് നല്ല സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ ഫോർഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സാധനത്തിന് ബാക്ക് ഡ്രോപ്പിലുള്ളൊരു സാധനത്തിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ ഫോക്കസ് ലോക്ക് ചെയ്ത് നമ്മൾ ഈ പറയുന്ന റെക്കോർഡ് നിൽക്കുകയാണെങ്കിൽ ഈ ഫോർഗ്രൗണ്ടിൽ ആര് വന്നാലോ എന്ത് വന്നാലോ നമ്മൾ ആ ഫോക്കസ് ലോക്ക് ചെയ്തേക്കുന്ന അതിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അതാണ് ഈ ഫോക്കസ് ആ സാധനം. പിന്നെ പ്രോഡക്റ്റ് ഷോക്കേസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ അടുത്ത് എന്തെങ്കിലും സാധനം കൊണ്ടുവരികയാണെങ്കിൽ അത് ഇത് ചെയ്യണം. കണ്ടിന്യൂസ് ഫോക്കസിലാണ് മിക്ക ആൾക്കാരും വ്ളോഗിലിടുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാക്കുമ്പം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസ് ഇതേപോലെ കാണുകയും അതേപോലെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് താഴോട്ടായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്വിക്ക് മെനു വരും. ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാം, വോളിയം കൂട്ടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വിക്ക് ക്യാപ്ചർ വരുന്നുണ്ട്, ഗിംബൽ മോഡ്, പിന്നെ നമുക്ക് ഓട്ടോ സെറ്റിങ്സ്, ഓഡിയോ സെറ്റിങ്സിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും നമ്മളതിൽ മൈക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിവിടെ സെറ്റ് ചെയ്യാം. സൗണ്ട് എഫക്ട്സ്, മോണോ ഇതൊക്കെ കൊടുക്കാം. വിൻഡോ റെഡ്യൂസ് ഇൻഡക്ഷൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. കസ്റ്റം ബട്ടൺസിൽ നമുക്ക് ഇതാണ്ട് ഇവിടെ 2 ബട്ടൺസ് വരുന്നുണ്ട്. അത് നമ്മൾ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. റൈറ്റും ലെഫ്റ്റും ബട്ടണിൽ ഇങ്ങനത്തെ സിംഗിൾ പ്രസ്സിന് ഡബിൾ പ്രസ്സിന് നമുക്ക് ഓരോ ഫംഗ്ഷൻസ് കൊടുക്കാം, വിച്ച് ഇസ് ആക്ച്വലി വെരി ഗുഡ്. ഇവിടെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ജെസ്റ്റർ കൺട്രോൾ വരുന്നുണ്ട്, സ്ക്രീൻ റീഡർ വരുന്നുണ്ട്, വൈഫൈ സെറ്റിങ്സ്, കണ്ടിന്യൂസ് ടു കണക്ഷൻ ടു ദ ആപ്പ്, ബ്ലൂടൂത്ത് റാപ്പപ്പ്, സെൽഫി മിററിങ്, ബിറ്റ് റേറ്റ് ഓൾവേസ് ഹൈലിട്ടേക്കണം, ആൻറ്റി ഫ്ലിക്കറിങ് ഓട്ടോ ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ സൂമിൻ്റെ സ്പീഡും കാര്യങ്ങളും നമുക്ക് ഇവിടെ കൊടുക്കാം.
ഗിംബൽ കാലിബ്രേറ്റ് ചെയ്യാം, ലാംഗ്വേജ്, ടൈം കോഡ്, ഇത്രയും സാധനങ്ങൾ റീസെറ്റൊക്കെ ചെയ്യണമെങ്കിൽ അതും. ഓക്കെ, സ്ക്രീനിൻ്റെ നടുക്കുന്ന് നമ്മളിങ്ങനെ ആക്കുകയാണെങ്കിൽ, അതായത് ഇവിടുന്ന് വീഡിയോ, പ്യുവർ വീഡിയോ, അതായത് നൈറ്റ് സമയത്ത് ഈ പ്യുവർ വീഡിയോ ഇടുക. ഓക്കെ, സ്ലോ മോഷൻ, നമുക്ക് ടൈം ലാപ്സ് വരുന്നുണ്ട്, ടൈം ഷിഫ്റ്റ് വരുന്നുണ്ട്. അത് ഇതും വെച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ കിട്ടുന്ന ഷോട്ട്സ് എടുക്കുക. അത് ഭയങ്കര ബാക്കിൽ പ്രിവ്യൂ വരുന്നത് ഭയങ്കര രസമുണ്ട്. പിന്നെ പാനോറാമിക് ഷോട്ട് എടുക്കുക 200 മെഗാ പിക്സലാണ്. ഫോട്ടോ എടുക്കാൻ 32 മെഗാ പിക്സൽ തന്നെയാണ്. പാനോറാമിക് ഇറ്റ് വാസ് ആക്ച്വലി. പിന്നെ ലൈവ് ഫോട്ടോസും ഉണ്ട് കേട്ടോ, ക്യാപ്ചർ ലൈവ് ഫോട്ടോസ്, റെക്കോർഡ് വിവിഡ് മൂമെൻറ്റ്സ്, അത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇടാം. 32 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. പിന്നെ ഇൻബിൽട്ടായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് 47 GB സ്റ്റോറേജ് ഓപ്ഷനാണ് വരുന്നത്. നിങ്ങൾക്ക് അല്ലാത്ത പക്ഷേ നിങ്ങളതിലൊരു മെമ്മറി മൈക്രോ SD കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതിട്ടിട്ട് സ്റ്റോറേജ് കൂട്ടാം. ഓക്കെ, സോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. റൊട്ടേറ്റൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് നേരെ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഇത് നമുക്ക് വിൻഡിനെ തടയാനായിട്ടുള്ളതാണ്. മൈക്ക് ഒരുപാട് അത്യാവശ്യം ഓമിനി ഡയറക്ഷനിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്നെങ്കിൽ ബാക്കും ഫ്രണ്ടും കൊടുക്കുക, അല്ലെങ്കിൽ ഫുൾ ഒമിനി ഡയറക്ഷനിൽ കൊടുക്കാം. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്താണെങ്കിലും സാധനം ഒരു രക്ഷയില്ല. ഞാൻ കുറച്ച് നേരമായിട്ട് യൂസ് ചെയ്യാണ്. ഐ കൈൻഡ് ഓഫ് ലൈക്ക് ദിസ് ഐറ്റം. എന്താണെങ്കിലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സാമ്പിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട്. ഹലോ ഗൈസ്, അപ്പം അതാണ് Insta360 ലൂണ അൾട്ര. ഈ ഒരു പരിപാടി കൊള്ളാം, ഈ ഒരു മൈക്ക് പരിപാടി കൊള്ളാം. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ സാധനത്തിൽ തന്നെയാണ്. ആൻഡ് വിട്ടുപോയ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. അത് മാത്രമല്ല ഫോട്ടോ എടുക്കാനും അടിപൊളിയാണ്. ഞാൻ ഒരുപാട് ഫോട്ടോ ഒന്നും എടുത്തില്ല, ഒരൊറ്റ ഫോട്ടോ എടുത്തപ്പോൾ തന്നെ എൻ്റെ ഒരു മനസ്സ് നിറഞ്ഞ്. സത്യം പറഞ്ഞാൽ അത്ര നല്ല ക്ലാരിറ്റി, 32 മെഗാ പിക്സലിൻ്റെ കിഡിലും ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാം. ലൈക്കേരെ കുറേ നല്ല കളർ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്, അതൊക്കെ ഇട്ടിട്ട് പൊളിക്കാം. എസ്പെഷ്യലി ആ 3x ഒക്കെ വെച്ചിട്ട് കിഡിലും ഫോട്ടോസ് എടുക്കുക. ഫോട്ടോ എടുക്കാൻ കൊള്ളാം, വീഡിയോ എടുക്കാൻ അടിപൊളി. ഞാൻ ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഔട്ട് ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു, ഇതിൽ നിന്ന് എടുത്ത സാധനത്തിൻ്റെ. ഒരു രക്ഷയില്ല, അടിപൊളി ക്യാമറയുടെ. ദിസ് ഈസ് ഡെഫിനറ്റ്ലി വ്ളോഗേഴ്സ്. പക്ഷേ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല, യാതൊരു രീതിയിലുള്ള IP റേറ്റിങ്ങും ഇല്ല. മഴ പോലും, നല്ല ഹെവി റെയിൻ പോലും ഈ സാധനത്തിൽ കൊള്ളിച്ചുകൂടാ. അപ്പം അങ്ങനെയൊക്കെ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക. അതർ ദാൻ ദാറ്റ് ഐ ഫീൽ ദിസ് തിങ് ഈസ് സോ ഗുഡ്. പ്യുവർലി മൈ ഒപ്പീനിയൻ. ഈ ഒരു ഡിറ്റാച്ചബിൾ പരിപാടി ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ട്രാക്കിംഗ് ആയിക്കോട്ടെ, ഇതിൻ്റെ മൈ ക്ലാരിറ്റി ആയിക്കോട്ടെ, എവറിത്തിങ് ഇസ് സോ നൈസ്. ആൻഡ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. ആകെയുള്ളൊരു ഡ്രോബാക്കും എനിക്ക് ഫീൽ ചെയ്തതാണ്, അതായത് നിങ്ങൾ 4K 30 FPS വീഡിയോ എടുക്കുകയാണെങ്കിൽ 2 മണിക്കൂറൊക്കെ ബാറ്ററി നിൽക്കത്തുള്ളൂ. സോ ബട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. അതായത് നിങ്ങളുടെ കയ്യിലൊരു പവർ ബാങ്കോ അല്ലാതെ ഒരു പറയുന്ന ചാർജ് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു 80% വിത്തിൻ 20-25 മിനിറ്റ്സിലാവും. സോ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ ഒരു സാധനത്തിൻ്റെ ബാറ്ററി ഒന്നും ചെയ്യാതെ തന്നെ ഡ്രെയിൻ ആവുന്നത് പോലെ ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. ചിലപ്പോൾ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ അത് മാറുമായിരിക്കും. ബട്ട് ആസ് ഓഫ് നൗ ഓൾ ഐ വോണ്ട് സേ ഇസ് ദാറ്റ് ദിസ് തിങ് ഈസ് സോ ഗുഡ്. ദിസ് ഈസ് ഡെഫിനറ്റ്ലി ലൈക്ക് നിങ്ങളൊരു വ്ളോഗർ എന്നുള്ളൊരു കാഴ്ചപ്പാടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വെരി നൈസ്. ഇതിൻ്റെ 3x ടെലിഫോട്ടോ കിടിലം, അടിപൊളി. അന്നല്ലാതെ എനിക്ക് Insta360 ലൂണ അൾട്രയെ പറ്റി വേറൊന്നും പറയാനില്ല. ദുബായിലുള്ളവർക്ക് ഞാൻ മേടിക്കാനാണെങ്കിൽ 2800 ആൻഡ് സംതിങ് ദർഹംസ്. ഇതിൻ്റെ ഒരു ബണ്ടിൽ പാക്ക് ഉണ്ട്, അത് മേടിക്കാൻ ശ്രമിക്കുക. അതിലൊരു മൈക്ക്, പവർ ബാങ്ക്, അതായത് ഒരു 1000 mAh ഒരു പവർ ഹാൻഡിലും, പിന്നെ മറ്റേ ഒരു വൈഡ് ആംഗിൾ ആക്കുന്ന ഒരു സാധനമൊക്കെ വെച്ച് സാധനം വരുന്നുണ്ട്. അത് 3600 ആൻഡ് സംതിങ് ദർഹംസ് ആണ് വരുന്നത്. സോ നിങ്ങൾ അങ്ങനെ വ്ളോഗ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഡാം ഗുഡ് ഐറ്റം, ഒരു രക്ഷയില്ല. ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ അടിപൊളി എന്നല്ല, എനിക്കൊന്നും പറയാനില്ല. ഈവൻ മൈ ക്ലാരിറ്റിയും പൊളിയായിട്ടുണ്ട്. സോ അതാണ് Insta360 ലൂണയെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മേടിക്കുന്നവർ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം എന്തായാലും താഴെ രേഖപ്പെടുത്തുക. എന്തെങ്കിലും അല്ലാതെ വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയുക. ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അതിനൊരു റിപ്ലൈ തരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ടേക്ക് കെയർ, ലവ് യു ആൾ, ബൈ ബൈ.